കണ്ണൂർ നല്ല ചെവലയടിച്ച് നിൽക്കുകയാണെന്നാണ് സഖാത്തി പോസ്റ്റ് ഇടുന്നത്. കമ്മിണി പോസ്റ്റ് ഇട്ട് തള്ളിയതും സഖാക്കന്മാർ വരെ കയറി ഈ പോസ്റ്റിന് താഴെ തെറിവിളി നടത്തുകയാണ്. വെന്റിലേറ്ററിൽ പാർട്ടി കിടക്കുമ്പോൾ തന്നെ കൊണ്ടങ്ങ് നെഞ്ചത്തോട്ട് റീത്ത് വെക്കുന്നു. നീയൊക്കെ കാരണമാണ് ഈ ഗതിയിൽ ഇരിക്കുന്നതെന്ന് തെക്കൂന്ന് തെറിവിളി അതിശക്തമായി തുടങ്ങിയിട്ടുണ്ട് സഖാക്കൾ. നവീൻ ബാബുവിനെ നാക്കിന്റെ ബലത്തിൽ കൊന്നു തള്ളിയതു മുതൽ ദിവ്യയ്ക്ക് നേരെ ജനരോഷം ഇളകി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും ഏറ്റില്ല. എന്റെ പഞ്ചായത്തും എന്റെ വാർഡും ഞാൻ ജയിപ്പിച്ചു എന്നും ഞാൻ കാരണമല്ല കേരളത്തിൽ ഇടതുപക്ഷം തോറ്റത് എന്ന് ഒരു ജാമ്യമെടുക്കലായിരുന്നു ദിവ്യ സഖാത്തി നടത്തിയത്. പക്ഷേ പത്തനംതിട്ട ചതിച്ചല്ലോ കമ്മിണി. നവീൻ ബാബുവിനെ കൊന്നു തള്ളിയതിനും കൂടിയുള്ള മറുപടി പത്തനംതിട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സ്വന്തം പാർട്ടിക്കാർ വരെ UDFന് കൊണ്ടുപോയി കുത്തിക്കൊടുത്തു. എന്ത് വോട്ട്? കമ്മിണികളുടെയും ചകാക്കന്മാരുടെയും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കുകയാണ്. പോസ്റ്റ് ഇട്ട് നിന്ന് നാറിപ്പുഴുക്കുകയാണ് PP ദിവ്യ. പങ്കുവച്ച പോസ്റ്റിന് താഴെയെല്ലാം പുളിച്ച തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അണികൾ വരെ ഊഴം കാത്തു നിന്ന് തെറിവിളിച്ചു പോകുന്നു. നമുക്ക് ആ തെറിവിളി ട്രോള് 1-2 കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. സഖാവെ, നമുക്ക് കണ്ണൂര് മാത്രമായി ഒരു സംസ്ഥാനമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാലോ? ഇനി അതേ നിവർത്തിയുള്ളൂ. ഈ ഒരു ഭരണം കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വിജയം കിട്ടുമോ കമ്മിണിയെ എന്ന് ട്രോളോട് ട്രോള് വരുന്നുണ്ട്. പാർട്ടിയുടെ വിജയം ചേച്ചിയുടെ വാർഡിൽ മാത്രം ഒതുക്കി തന്നതിന് പെരുത്ത അഭിവാദ്യങ്ങൾ. ഇനിയും തിരുമൊഴികൾ ധാരാളം ഉണ്ടാകണമേ. ചേച്ചി വാർഡും കെട്ടിപ്പിടിച്ചിരുന്നോളൂ. കേരളത്തിൽ 75% നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ജയിച്ചതിനേക്കാൾ കഷ്ടം ഇവരെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതാണ്. വടക്കൊരു മഹതി, തെക്ക് വേറൊരെണ്ണവും ചേർന്ന് കപ്പൽ മുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു ദിവ്യ പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ വിമർശനങ്ങളും തെറിവിളികളും. ഇതിൽ വലിയ തെറിവിളികളുണ്ട്. അതൊന്നും പുറത്ത് വായിക്കാൻ പോലും കൊള്ളാത്തതായതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഒഴിവാക്കിയത്. ഇതെല്ലാം ഇവർ ഇരന്നു മേടിച്ചതാണ്. നമുക്ക് ഈ വിഷയത്തിൽ CPMലെ വനിതാ നേതാക്കൾ, അതായത് ഈ തോൽവിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ 75% ഇവരെ അങ്ങ് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടല്ലോ. ആ ചവിട്ടി പുറത്താക്കിയതിൽ കമ്മിണികളുടെ പങ്ക് ചെറുതല്ല. നമുക്ക് അതുകൂടി ഒന്ന് വിശദമായി പരിശോധിക്കാം. നമ്മൾ എപ്പോഴും പറയുമ്പോൾ, വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ ഏകാധിപത്യവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങി ഒരു പറ്റം പുരുഷ കേസരിമാരുടെ വീരകഥകളല്ലേ പറയാറുള്ളൂ. അവരുടെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും തോതല്ലേ ഏറ്റവും കൂടുതൽ അളക്കാറുള്ളത്, ജനങ്ങൾ സംസാരിക്കാറുള്ളത്. പക്ഷേ സഖാത്തികളെ നമ്മൾ വിട്ടുപോകരുത്. അതായത് ഇപ്പോൾ കപ്പൽ മുക്കിയതിൽ ഈ സഖാത്തികൾക്ക് വലിയ പങ്കുണ്ട്. എന്താണെന്നല്ലേ, PP ദിവ്യയുടെ കാര്യം മുതൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഒരു മനുഷ്യനെ അയാളുടെ യാത്രയയപ്പ് വേദിയിൽ കയറി ചെന്ന് ആക്രമിക്കുക, നാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുക, അപമാന ഭാരത്താൽ ആ മനുഷ്യൻ സ്വയം അങ്ങ് ഇല്ലാതാകുന്നു. കൊന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുശേഷം ഇവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? പോലീസിന് പോലും പിടിക്കാൻ കഴിയുന്നില്ല. അവസാനം AKG സെന്ററിൽ പോയി ഇരക്കുകയായിരുന്നു, ദിവ്യയെ ഞങ്ങളൊന്ന് അറസ്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ കോടതി ഞങ്ങളെ ചവിട്ടി പുറത്താക്കുമെന്ന്. അങ്ങനെ ഒരു കനിവ് കിട്ടി PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു. പക്ഷേ പോലീസ് ദിവ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയായിരുന്നല്ലോ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇവിടെ നടന്നത് ഇവരുടെ അഹങ്കാരം എത്രത്തോളമായിരുന്നു ആ മനുഷ്യനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നതിൽ ഇവർ കാണിച്ചത്. കണ്ണൂർ എന്തോ വലിയ റഷ്യയാണ്, സോവിയറ്റ് റഷ്യയാണ് എന്നൊക്കെയുള്ള സോവിയറ്റ് യൂണിയൻ പോലെ ആയിരുന്നല്ലോ ഇവരുടെ അഹങ്കാരം. ഇവിടുത്തെ ഏകാധിപത്യം, ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങൾക്ക് എന്തും കാണിക്കാം, ഞങ്ങൾക്ക് ആരെയും കൊല്ലാം, ഞങ്ങൾ ആരെയും കൊല്ലും എന്നുള്ളൊരു അഹങ്കാരമല്ലേ ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയത്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു പെട്രോൾ പമ്പിന് NOC കൊടുക്കുന്നതിൽ കൈക്കൂലി വാങ്ങിയെന്ന്. പക്ഷേ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ ഈ പിണറായി വിജയന്റെ കക്ഷത്തിരിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ഇവർ വീണ്ടും വീണ്ടും ആ മനുഷ്യനെയും ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഭാര്യയെയും 2 പെൺമക്കളെയും അപമാനിക്കുന്ന രീതിയല്ലേ പുറത്തെടുത്തത്. പത്തനംതിട്ടയിലെ CPMകാർക്ക് പോലും ഒരക്ഷരം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കണ്ണൂരിലെ CPMന്റെ ആധിപത്യത്തിൽ ഭയന്നു വിറച്ചു പത്തനംതിട്ടയിലെ CPMകാർ. പഞ്ചപുച്ഛമടക്കി നിന്നു അവർ. പക്ഷേ അവർ പഞ്ചപുച്ഛമടക്കി നിന്നപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ തിരിച്ചടി കൊടുത്തു. ഇങ്ങനെയാണ് ജനം പ്രതികരിക്കുന്നത്. അത് ഓർമ്മയിൽ ഉണ്ടാകണം ഓരോ സഖാത്തിക്കും സഖാക്കന്മാർക്കും. ജനങ്ങളുടെ മുകളിൽ കയറി അങ്ങ് ഭരിക്കാൻ നിൽക്കരുത്. അവരെ ചവിട്ടി മെതിക്കാൻ നിന്നാൽ
മറുപടി ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ആ ഓർമ്മ സഖാത്തികൾക്കും കൂടി ഉണ്ടാകണം. നമ്മൾ കണ്ടല്ലോ, പി ദിവ്യയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ അവരെ ജയിലിലാക്കുന്നു. ജയിലിന് പുറത്ത് കണ്ണൂരിലെ CPM നേതാക്കൾ ഒരു പട അവിടെ പോയി കാത്തുകെട്ടി നിൽക്കുന്നു. ദിവ്യയ്ക്ക് വേണ്ടി കരഞ്ഞു മെഴുകുന്നു. PK ശ്രീമതി മുതൽ KK ശൈലജ അടങ്ങി തുടർന്ന് ഇങ്ങോട്ട് ഒരു പറ്റം വനിതാ സഖാത്തികൾ അങ്ങ് ജയിലിന് മുൻപിൽ പോയി നിന്ന് കരച്ചിലായിരുന്നു. ഇവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ, അതായത് ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള ആ കോടതി വളപ്പിൽ പോയി, ജയിൽ വളപ്പിൽ പോയി നിൽക്കുകയായിരുന്നു ഇവരെ ആനയിച്ച് സ്വീകരിച്ചു കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. PK ശ്രീമതി പ്രതികരിച്ചത് എന്തായിരുന്നു? അവൾ മികച്ച ഒരു പ്രവർത്തകയാണ്, CPMകാരിയാണ്, അവൾ ഇനിയും ജയിലിൽ കിടന്ന് നരകിക്കുന്നത് കാണാൻ വയ്യ. അപ്പോഴും ഈ പത്തനംതിട്ടയിലെ നവീൻ ബാബു, അതൊരു പാർട്ടി കുടുംബമാണ്, അത് ഓർത്തു നോക്കണം. ആ പാർട്ടി കുടുംബത്തെ അങ്ങേയറ്റം ഇവർ അധിക്ഷേപിക്കുകയായിരുന്നു. ആ അമ്മയുടെയും ആ 2 പെൺമക്കളുടെയും ഒപ്പം പോലും ഈ CPMകാർ ആരും നിന്നില്ല. നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് MV ഗോവിന്ദൻ ആ വീട്ടിൽ പോയി അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. എന്നിട്ട് തിരിഞ്ഞിങ്ങോട്ട് വന്ന ഇതേ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്റെ ഭാര്യയെ ജയിലിന് മുൻപിലേക്ക് പറഞ്ഞു വിടുകയാണ് PP ദിവ്യയെ മാലയിട്ട് സ്വീകരിക്കുന്നതിന്. അന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കിയതാണ്, ഇവിടുത്തെ സ്ത്രീകൾക്ക്, ഇവിടുത്തെ പെൺമക്കൾക്ക് നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് നിങ്ങൾ ദ്രോഹിക്കാനാണ് പോകുന്നതെന്ന്. നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരനായ പാർട്ടി കുടുംബത്തെ വരെ നിങ്ങൾ ഇങ്ങനെയാണ് നേരിടുന്നതെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ജനങ്ങളെ എങ്ങനെയായിരിക്കുമെന്ന് ജനം അന്നേ ചിന്തിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം PP ദിവ്യയുടെ അഹമ്മദി എന്തൊക്കെയായിരുന്നു? പോസ്റ്റോട് പോസ്റ്റായിരുന്നു ഫേസ്ബുക്കിൽ കയറി ഇറങ്ങി നിരങ്ങിയിട്ട്, ഞാൻ സ്വന്തം ഭാഗം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് ഇങ്ങോട്ട് ഇവരുടെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും, അതായത് ഈ പാർട്ടിയുടെ ബലമുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ ഇവർ കാണിച്ചു കൂട്ടിയതൊക്കെ. നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, ഓണം ആഘോഷിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോഴൊക്കെയും പത്തനംതിട്ടയിലെ ആ കുടുംബം എരുതിയിൽ നിൽക്കുകയായിരുന്നു. അവർക്ക് ഓണമില്ലാതെ പോകുകയായിരുന്നു. അതില്ലാതാക്കിയത് നിങ്ങൾ ഒറ്റ സ്ത്രീയാണ്. അതിവിടുത്തെ ജനങ്ങൾ മറക്കുമെന്നങ്ങ് കരുതിയോ, പൊറുക്കുമെന്ന് കരുതിയോ? അതിനും കൂടിയുള്ള തിരിച്ചടിയാണ് കിട്ടിയത്. പിന്നെ ആര്യയുടെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും സ്വന്തം അഹങ്കാരം കൊണ്ട് BJPയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അതിനിപ്പോൾ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തി. ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് CPMൽ നിന്ന് പോലും പലരും ഇപ്പോൾ ശബ്ദം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഗായത്രി ബാബു എന്ന് പറയുന്ന CPMകാരി അങ്ങേയറ്റം ആര്യ രാജേന്ദ്രനെ വിമർശിച്ച ഒരു പോസ്റ്റ് ഇട്ടു. ആര്യ രാജേന്ദ്രൻ അഹങ്കാരിയാണ് എന്നായിരുന്നു ആ പോസ്റ്റിൽ അവർ കുറിച്ചത്. തീർന്നില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ചിന്താ ജെറോമിന്റെ കാര്യം. ചിന്താ ജെറോം പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാണിക്കുന്നതും പറയുന്നതും മുഴുവൻ അങ്ങേയറ്റത്തെ വിഡ്ഢിത്തരമാണ്. കൊല്ലത്ത് CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനി ചിന്താ ജെറോമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ആര്യയെ പോലെയും അല്ലെങ്കിൽ PP ദിവ്യയെ പോലെയൊന്നും അത്രയ്ക്കുള്ള അഹമ്മതി ഒന്നുമില്ല, വിവരമില്ലായ്മയാണ് മെയിൻ കാര്യം. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവരുടെ മൂത്ത ചില സഖാത്തികൾ ഉണ്ടല്ലോ, PK ശ്രീമതി തുടങ്ങിയവരൊക്കെ. അവരിലേക്കൊക്കെ വരികയാണെങ്കിൽ PK ശ്രീമതി എല്ലാ കാലത്തും മറ്റേ തീവ്രത അളക്കുന്ന ആളാണ്. അതും പ്രത്യേകിച്ച് പീഡനത്തിന്റെ തീവ്രത അളക്കുന്നതിൽ ബഹുമിടുക്കിയാണ്. ഈ CPMലെ തന്നെ സ്ത്രീ ലംബടന്മാരായ നേതാക്കൾക്കെതിരെ ഇന്നേ വരെ ഒരു സഖാത്തിയെങ്കിലും പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ PK ശ്രീമതി എന്തായിരുന്നു മുകേഷിന്റെ കാര്യത്തിൽ നിലപാടെടുത്തത്? മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ഒരാവശ്യവുമില്ല. അയാൾ ഇപ്പോൾ കുറ്റാരോപിതനാണ്, കുറ്റാരോപിതൻ അങ്ങ് രാജിവെച്ചു പോകണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് ഈ പറഞ്ഞ സ്ത്രീ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വലിയ പ്രതിഷേധവും നടത്തിക്കൊണ്ട് വന്നത്. രാഹുലിനെതിരെ ഓരോ ദിവസവും ഓരോ പോസ്റ്റ് ഇടും, എന്നിട്ട് കമന്റ് ബോക്സ് പൂട്ടിവെക്കും. ഇവരുടെ ഒരു നേതാവ്, ഇവരുടെ ഒരു യുവ നേതാവുണ്ടല്ലോ, യുവ നേതാവെന്നൊന്നും പറയാൻ കഴിയില്ല, വൈശാഖനെതിരെ പാർട്ടിയിലെ ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന്. എന്നിട്ട് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കുന്നു. പിന്നീട് ആ വിവാദം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ പൂർവാധിക ശക്തിയോടെ ഈ പറയുന്ന വൈശാഖനെ തിരിച്ചെടുത്തു. ഈ സഖാത്തികളിൽ ആരെങ്കിലും പ്രതികരിച്ചായിരുന്നു? അവനെ ഇനി പാർട്ടിയിൽ വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ലെന്ന് എത്ര വനിതാ നേതാക്കൾ പറഞ്ഞു? അതും പോട്ടെ, PK ശശി ഇവർക്കൊക്കെ എതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? ഒരു പ്രതിഷേധമെങ്കിലും നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് ശശിയെ നിയമിച്ചിരിക്കുന്നത്. അതിനെതിരെ പോലും ഒന്ന് ശബ്ദിക്കാനോ എതിർക്കാനോ കഴിവില്ലാത്ത നിങ്ങളാണ് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അങ്ങ് നിലകൊള്ളുന്നത്. എന്ത് നിലകൊണ്ടു നിങ്ങൾ?